അതായത് ദയവായി ശ്രദ്ധിക്കുക, നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഞങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തതാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടു. ആ വീഡിയോ ഞങ്ങൾ ഏറെ സമയം പരിശ്രമം ചെലവ് എന്നിവ നടത്തി തയ്യാറാക്കിയ സ്വന്തം കണ്ടന്റ് ആണ്. ഓക്കെ, ഞങ്ങളുടെ അനുമതി ഇല്ലാതെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അനിമോൾ തന്നെയാണ് വിഷയം. അതൊരു ചെറിയ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, മറ്റൊന്നുമല്ല. നമുക്കറിയാം, അനിമോളുടെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ കേരളം ഒട്ടാകെ ആഘോഷിക്കുന്നുണ്ട്. അവൾ വളരെ സന്തോഷത്തിലാണ്, ഒരുപാട് സന്തോഷത്തിലാണ്. ജീവിതം കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ച സംഭവങ്ങളെല്ലാം സഫലമാകുന്നു. അതിന്റെ സന്തോഷത്തിൽ ഹൽദി ഉൾപ്പെടെ എന്തൊക്കെ ഒരു കല്യാണത്തിന് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റും, ആ രീതിയിലൊക്കെ അവൾ ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവളുടെ സന്തോഷം അവൾ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പല കേസുകളും ഇവിടെ എന്ത് ചെയ്യുന്ന അറിയുമോ, ഈ പറയുന്ന അനിമോൾ ചെയ്തു പല വീഡിയോസ്, ഒരുപാട് പൈസ മുടക്കിയാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത്. ഈ പറയുന്ന എന്ത് ചെയ്യും, ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട്, പിന്നീട് യൂട്യൂബിൽ ഇടുന്നുണ്ട്. അത് അവരുടെ വരുമാന മാർഗവും കൂടിയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന ഒരുപാട് പേര് ഈ വീഡിയോസ് അതുപോലെ അതായത് ഈവൻ ഈ പറയുന്ന യൂട്യൂബിൽ പോലും അപ്ലോഡ് ചെയ്യാത്ത വീഡിയോസ് അതുപോലെ എടുത്ത് അവരവരുടെ ചാനലിൽ കൊണ്ട് അപ്ലോഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ റിയാക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ കട്ടിങ്സ് വെച്ചുകൊണ്ട് ചെയ്യുന്ന റിയാക്ഷൻ അതുപോലെയല്ല. ഇത് ഒരൊറ്റ മാറ്റവും കൂടി, അതായത് അവരുടെ ഒരു കോൺട്രിബ്യൂഷനും കൂടി ഇല്ലാതെ, എന്തെങ്കിലും ഒരു ചെറിയ കോൺട്രിബ്യൂഷനെങ്കിലും നിങ്ങൾ ചെയ്യും, ഒന്നുമില്ലാതെ അവർ യൂട്യൂബിൽ പോലും അപ്ലോഡ് ചെയ്യാത്ത ആ വീഡിയോ അതേപടി എടുത്തത്, ഒന്ന് രണ്ടൊന്നുമില്ല, ഒരു 10-12 വീഡിയോ അങ്ങനെ പല ചാനലിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതേപോലെ എടുത്തിട്ട് അവർ യൂട്യൂബിലും പോലും അപ്ലോഡ് ചെയ്തില്ല. അവർക്ക് അതുവഴി കിട്ടുന്ന ആ ഒരു വരുമാനം നിങ്ങൾ കളയരുത് എന്നുള്ളതാണ്. മനസ്സിലായി? ഒരുപാട് നമുക്കറിയാം, ആ ഒരു മേക്കിംഗ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് പിന്നെ പൈസ ചെലവാക്കി എടുത്തൊരു സാധനമാണ് അത്. അവരുടെ യൂട്യൂബിൽ ഇടട്ടെ, അവരുടെ യൂട്യൂബിൽ അവർ 4 ക്യാഷ് ഉണ്ടാക്കുന്നത്. ഇത് അതുപോലെ എടുത്ത് ഇതിനകത്തിട്ട് പിന്നെ ട്യൂണും മാറ്റിയിട്ട് കംപ്ലീറ്റ് ഒരൊറ്റ കോൺട്രിബ്യൂഷനും കൂടി നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയം ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ ഒരു ചാനൽ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. അത് ഏതാണ് ചാനൽ നോക്കാം. അതിനകത്ത് നമുക്ക് കാണാം എന്തുമാത്രമാണ് ഇവർ ഇത് എടുത്തിട്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് വേറൊരു കേസും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ആ ചാനൽ കേട്ടോ. അതായത് കണ്ടോ, ഇതാണ് ആ ചാനൽ. പിന്നീട് എന്താണ്, അനിമോളുടെ ഹൽദി വീഡിയോ എടുത്തിട്ടിരിക്കുകയാണ്. ഈ ഹൽദി വീഡിയോ മാത്രമല്ല, ഫുള്ളായിട്ട് വേറെ ഒരു സംഭവവും ഇല്ല. ഇത് അതുപോലെ എടുത്തിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. വേറെ ഒരു സംഭവവും ഇല്ല. എന്നിട്ട് ഇത് മാത്രമല്ല, നോക്കിക്കോ, ഇവരുടെ ചാനൽ കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ നോക്കിക്കഴിഞ്ഞത് കണ്ട എല്ലാം ബർത്ത്ഡേ സെലിബ്രേഷൻ, അനിമോൾ, ഭുവനേഷ്, ഹാർഡ് ലൈറ്റ്, അനിമോൾ, എല്ലാം ഇതിനകത്തൊന്നും സത്യം പറഞ്ഞാൽ ഒരു സംഭവം കൂടി ഇല്ലല്ലോ കേട്ടോ. എല്ലാം അതുപോലെ എടുത്തിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അതുപോലെ അപ്പം അത് വളരെ മോശം. അതുപോലെ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട്, ഇവരുടെ ഡിസ്ക്രിപ്ഷനിൽ അവർ പറയുന്നുണ്ട്, അതായത് കൃഷ്ണകുമാറിന്റെ പേളിയുമാണ് ഫാമിലി ഫാൻ പേജ് എന്നോ അങ്ങനെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. Okay, if you are the owner of any clips and would you like to remove it, please contact before taking action. ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് കോൺടാക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമെന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെ കോൺടാക്ട് ചെയ്യും? നിങ്ങൾ ഇതിനകത്തൊരു പിന്നീട് കോൺടാക്റ്റുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ID കൊടുത്തിട്ടുണ്ട്, ഒരു ID നിങ്ങൾ കൊടുത്തു. ഇതിനകത്ത് പല കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കമന്റ്. നിങ്ങൾ അതിനെ റിമൂവ് ചെയ്തു. ഓക്കെ, നിങ്ങൾ അതിനെയും റിമൂവ് ചെയ്തു എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ തന്നെ അടിച്ചു പോകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന കോൺടാക്ട് ഡീറ്റെയിൽ നിങ്ങളൊരു ഇൻസ്റ്റ ID എങ്കിലും അവിടെ കൊടുത്തിരുന്നുവെങ്കിൽ നമുക്ക് ഓക്കെ സമ്മതിച്ചു എന്ന് പറയും. ഇത് അങ്ങനെയല്ല, ഇത് ചുമ്മാ ഒരു ഇതും ഇല്ല. അത് എന്തെങ്കിലും നിങ്ങളൊരു റിയാക്ഷൻ ആയിട്ട് ചെയ്തു, അതിന്റെ ചെറിയ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് ചെയ്തോ, പക്ഷേ ഇല്ല, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും വേണ്ടേ? അതുപോലെ മറ്റുള്ളവർ ചെയ്യുന്നത് അതേപോലെ എടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ അവര് യൂട്യൂബിൽ ഇട്ട് അവർ വരുമാനം ഉണ്ടാക്കിയതിന് ശേഷമാണെങ്കിൽ നിങ്ങൾ ഇട്ടോ എന്നുള്ളതാണ്. നിങ്ങൾ അതും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അനിമോൾ ഇതിനെക്കുറിച്ച് പിന്നെ ഇടാൻ വേണ്ടി ഒരു പോസ്റ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വായിക്കാം കേട്ടോ. ആ പോസ്റ്റ് ഇതെങ്ങനെയാണ്, ആ പോസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതായത് ദയവായി ശ്രദ്ധിക്കുക, നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഞങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തതാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടു. ആ വീഡിയോ ഞങ്ങൾ ഏറെ സമയം പരിശ്രമം ചെലവ് എന്നിവ നടത്തി തയ്യാറാക്കിയ സ്വന്തം കണ്ടന്റ് ആണ്. ഓക്കെ, ഞങ്ങളുടെ അനുമതി ഇല്ലാതെ വീഡിയോ എടുത്ത് സോങ് മാറ്റി നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ശരിയായ നടപടിയല്ല. അതിനാൽ ദയവായി ആ വീഡിയോ എത്രയും വേഗം നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് സൗഹൃദപരമായ ഒരു അഭ്യർത്ഥനയായി കാണണമെന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം ഇട്ട് തന്നിട്ടുണ്ട്. സംഭവം ഒരുപാട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. നിങ്ങളുടെ കോൺടാക്ട്സ് നമ്പർ ഒരിടത്തും ഇല്ല എന്നുള്ളതാണ്. ഒരിടത്തും നിങ്ങളുടെ കോൺടാക്ട് നമ്പരോ
ഞാനും നോക്കി നിങ്ങളുടെ ചാനൽ കയറി നോക്കിയിട്ട് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ നിങ്ങളുടെ ഇൻസ്റ്റ ഐ ഡി ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ വെറുതെ അതിനകത്ത് പലരെയും കൊണ്ട് കമന്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പലരെയും കൊണ്ട് കമന്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് പോലും ആ കമന്റുകൾ പോലും ഇപ്പോൾ അവിടെ ഇല്ല. നിങ്ങളത് മനഃപൂർവ്വം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. ആ കമന്റുകൾ അങ്ങ് ഡിലീറ്റ് ചെയ്തു. അപ്പം നിങ്ങൾ അവിടെ സ്ട്രൈക്ക് അടിക്കാൻ നിന്ന് നിങ്ങളുടെ ചാനൽ പോകും. കാരണം നിങ്ങളുടെ മാന്യമായിട്ട് പറഞ്ഞ് അതൊന്ന് റിമൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ നിങ്ങളത് നിങ്ങളുടെ കോൺടാക്ട് നമ്പരോ നിങ്ങളുടെ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അനുമോൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്തെങ്കിലും അതുവഴിയെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുമെന്ന് കരുതുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ. അങ്ങനെയെങ്കിലും നിങ്ങൾ അത് റിമൂവ് ചെയ്യും എന്ന് കരുതുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്ട്രൈക്ക് അടിക്കാൻ വലിയ പാടൊന്നുമില്ല. പിന്നെ ഒരാളുടെ ഇതാണ്, നമ്മളൊരു യൂട്യൂബ് ചാനൽ എന്തെങ്കിലും നിങ്ങളൊരു ചുമ്മാ ആരുടെയെങ്കിലും കണ്ടന്റ് അതുപോലെ എടുത്തിടാതെ അത് അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ട്. ആരെങ്കിലും എപ്പോഴെങ്കിലും സ്ട്രൈക്ക് കയറി അടിച്ചു പോകും. നിങ്ങൾ തോന്നുന്നു ആ ഒരു എനിക്ക് തോന്നുന്നു കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി ഷോർട്സ് എന്ന് അങ്ങനെ എന്തുവാണ് ആ ഒരു ചാനലിന്റെ പേര്. ഞാൻ ഈ ഒന്ന് മാത്രമേ കണ്ടുള്ളൂ. ബാക്കി ആരെങ്കിലും ഇതുപോലെ എടുത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് റിമൂവ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴായാലും റീയൂസ്. ഇനി ഇതിൽ വേറൊരു വിഷയം ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഇപ്പം അനുമോൾക്കുണ്ടാകുന്ന മറ്റൊരു വിഷയം ഞാൻ പറഞ്ഞത്, നിങ്ങളാണ് ഈ യൂട്യൂബിൽ ഫസ്റ്റ് അപ്ലോഡർ. അതായത് ഇത് ഇൻസ്റ്റയിൽ കിടന്ന സാധനമാണ് അല്ലേ. ഇൻസ്റ്റയിൽ കിടന്ന സാധനം നിങ്ങളെടുത്താണ് ആദ്യം എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ അതേപടി അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളായിരിക്കാം. മേ ബി വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് അപ്ലോഡർ എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പൊ രണ്ടാമത് അനുമോൾ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രൈക്ക് കൊടുക്കാം. കാരണം യൂട്യൂബിൽ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത നിങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് സ്ട്രൈക്ക് കൊടുക്കും. അതുപോലെ അനുമോളുടെ ചാനലിന് പ്രശ്നമുണ്ട്. കാരണം അത് റീയൂസ്ഡ് കണ്ടന്റ് ആവും. അതായത് നിങ്ങൾ ഒൺസ് ഒരാൾ ഒരു കണ്ടന്റ് എടുത്തിട്ടു യൂട്യൂബിനകത്തൊരു കണ്ടന്റ്, നിങ്ങളാണ് ആദ്യത്തെ അപ്ലോഡർ, നിങ്ങൾ ഇട്ടു, ഏതാണ്ട് ആൾക്കാർ കണ്ടു എന്ന് വെച്ചിരിക്കോ. ഇപ്പൊ ഇതുവരെയായിട്ടും അനുമോൾ ആ ഒരു കണ്ടന്റ് ഇട്ടിട്ടില്ല. ഇനി അനുമോൾ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ കേസ് റീച്ച് കുറവായിരിക്കും. ഓൾമോസ്റ്റ് നിങ്ങളുടെ ചാനൽ വഴി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റയിൽ അറിയാലോ, ഇൻസ്റ്റയിൽ 5 പൈസ കിട്ടത്തില്ല. ഓക്കെ, കുറച്ച് ഫോളോവേഴ്സ് കിട്ടുന്നല്ല, ഇൻസ്റ്റയിൽ പൈസ ഒന്നും കിട്ടത്തില്ല. അപ്പൊ നമുക്ക് വരുമാനം എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. അപ്പൊ യൂട്യൂബിൽ അനുമോൾ ഓൺസ് അപ്ലോഡ് ചെയ്ത് ഇത് റീയൂസ്ഡ് ആവും എന്നുള്ളതാണ്. അപ്പൊ അനുമോളുടെ ചാനലിന് അത് പ്രശ്നമാകും എന്നുള്ളത് മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഫസ്റ്റ് അപ്ലോഡർ നിങ്ങളാണ്. നിങ്ങളുടെ കണ്ടന്റ് ഈ പറയുന്ന അനുമോൾ എടുത്തിടുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കണ്ടന്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പം കിടക്കുന്നത് യൂട്യൂബിൽ ഫസ്റ്റ് ആരാണോ അപ്ലോഡ് ചെയ്തത് അത് നിങ്ങളാണ്. അപ്പം നിങ്ങളുടെ കണ്ടന്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം അനുമോൾ രണ്ടാമത് അതേ കണ്ടന്റ് എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കുറച്ചു കാലം, ചിലപ്പോൾ 1 മാസം കഴിഞ്ഞായിരിക്കും, ചിലപ്പോൾ 2 മാസം കഴിഞ്ഞായിരിക്കും അത് റീയൂസ്ഡ് ആയിട്ട് അടിക്കും. ചാനൽ എന്ത് ചെയ്യും? ആണ് ഇപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് റീയൂസ്ഡ് അടിച്ചു കഴിഞ്ഞാൽ ചാനൽ എന്നെ അടിച്ചു പോകും. അനുമോളുടെ ചാനൽ എന്നെ അടിച്ചു പോകും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വൃത്തികെട്ട പരിപാടിക്ക് നിൽക്കാതെ നിങ്ങളത് മാന്യമായിട്ട് എന്ത് ചെയ്യുക. ഇതിപ്പോൾ നിങ്ങളൊരു ഉടായ്പ പോലെ എനിക്ക് തോന്നുന്നു. കാരണം കോൺടാക്ട് ചെയ്യൂ എന്ന് പറയുന്നു. കോൺടാക്റ്റിന്റെ ഒരു സംഭവം നിങ്ങൾ കൊടുത്തിട്ടില്ല. മനസ്സിലായോ? ഒരു സംഭവം നിങ്ങൾ കൊടുത്തിട്ടില്ല. അതുമല്ല മെസ്സേജ് ഇടുന്നവരുണ്ട്. കുറച്ചുപേര് മെസ്സേജ് ഇട്ട് പലരെയും കൊണ്ട് മെസ്സേജ് ഇടിയിപ്പിക്കുന്നതാണ്. മെസ്സേജ് ഇടിയിപ്പിച്ചിട്ട് പോലും താങ്കൾ എന്ത് ചെയ്യുന്നില്ല, ഈ സാധനം ആ മെസ്സേജ് തന്നെ താങ്കൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അപ്പം താങ്കളുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല, അത് അവിടെ കിടക്കട്ടെ, കിട്ടുന്ന പൈസ ഉണ്ടാക്കട്ടെ എന്നുള്ളതാണ് അല്ലേ. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ചിലവാക്കിയൊക്കെ എടുത്തതാണ്. നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു സൈഡിൽ കുറച്ച് കണ്ട് റിയാക്ട് ചെയ്യുമ്പോൾ അല്ല, അത് അതേപടി ഒരു വള്ളി പുള്ളി തെറ്റാതെ അതേപടി എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ ആ കണ്ടന്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, കംപ്ലീറ്റ് മറ്റുള്ളവരെ കണ്ടന്റ് അതേപടി എടുത്തിടുകയാണ്. ഇത് എത്ര കാലം പോകുമെന്ന് എനിക്കറിയത്തില്ല. പോകുമ്പോൾ ടപേന അങ്ങ് അടിച്ചു പോകും. മനസ്സിലായോ? ഒരു അടി അടിക്കുമ്പോൾ ടപേന അങ്ങ് അടിച്ചു പോകും എന്നുള്ളത്. മറ്റുള്ളവർ നിങ്ങളുടെ ഫാൻ പേജ് ആയാലും എന്തായാലും ശരി, റീയൂസ്ഡ് വരുമ്പോൾ ടപേന അങ്ങ് ഇപ്പം നിങ്ങളിപ്പം ഈ പറയുന്ന ആരാണ്, ദിയാ കൃഷ്ണയുടെയോ അവരുടെയൊക്കെ കണ്ടന്റ് ആയിരിക്കും നിങ്ങൾ കട്ട് ചെയ്തിരുന്നത്. ഞാൻ കണ്ടില്ല, കുറെ അതൊക്കെ തന്നെയാണ് കിടക്കുന്നത്. അത് വൺസ് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് അറിഞ്ഞിടത്തോട് പറഞ്ഞു തരിക, മറ്റൊന്നെങ്കിലും അത് റീയൂസ്ഡ് അടിക്കും. പിന്നെ ചാനൽ മോണിറ്റൈസ് പോലും കിട്ടില്ല, പിന്നെ മറ്റൊരു ചാനൽ തുടങ്ങാനും കൂടി പറ്റത്തില്ല എന്നുള്ളതാണ്. ഇത് കംപ്ലീറ്റ് അതാണല്ലോ. എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾ കൊടുക്കണ്ടേ നമ്മുടെ ഒക്കെ ആയിട്ട്. ഒരു സാധനം ചെയ്യുമ്പോൾ അതിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പറയുന്നത് അതേപടി നമ്മളൊരു ഇപ്പം പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു സാധനം. ആ ഒരു സാധനം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ റിയാക്ട് ചെയ്തു. ഏതാണ്ട് 2 മിനിറ്റുള്ള ഒരു സാധനമാണ്. എൻ്റെ വീഡിയോ ഏതാണ്ട് 20 മിനിറ്റ് നീളമുണ്ട്. അതുപോലെ പല വിഷയങ്ങൾ സംസാരിച്ചു, അതിൻ്റെ ഇടയിൽ വെച്ച് അത് ഫെയർ യൂസ് ആണ്. നമുക്ക് യൂട്യൂബിനോട് പറഞ്ഞു നിൽക്കുക, അത് ഫെയർ യൂസ് പോളിസിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ട്രൈക്ക് കൊടുത്ത ഒന്ന് അപ്പീൽ പോകാനും കൂടി സാധിക്കില്ല എന്നുള്ളതാണ്. സ്ട്രൈക്ക് കൊടുത്ത് തീർന്ന് 10-12 വീഡിയോ അവളുടെ വീഡിയോ അതുപോലെ എടുത്തിട്ടുണ്ട്, തീർന്ന്. പിന്നെ ആ ചാനൽ കിട്ടത്തുമില്ല. നിങ്ങളുടെ ഐഡിയയിലോ നിങ്ങളുടെ ഒന്നിലോ വേറൊരു ചാനൽ തുടങ്ങാനും കൂടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദയവായി അത് റിമൂവ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് സമയം കൂടി ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ തരണം. നിങ്ങളുടെ ഐഡിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്റ്റ ഐഡിയോ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ചെയ്ത് മാന്യമായിട്ട് പറഞ്ഞ് ഒതുക്കാൻ വേണ്ടി നിന്നപ്പോൾ നടക്കുന്നില്ല. ഒരു കോൺടാക്ട് ഐഡിയും ഇല്ല. നിങ്ങൾ വെറുതെ അവിടെ ഡിസ്ക്രിപ്ഷനിൽ പറയാൻ എന്തോ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു കോൺടാക്ട് ഐഡിയ ഇല്ല. അതുകൊണ്ട് മാന്യമായിട്ട് അത് ഡിലീറ്റ് ചെയ്യുന്നതിന് നല്ലത്, റിമൂവ് ചെയ്യുന്നതിന് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ 8ന്റെ പണി കിട്ടും. നമുക്ക് കാണാം. ജയ് ഹിന്ദ്.